സൂറത്തുൻ നിസായിൽ കാണാം, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഈ അടിസ്ഥാന തത്വം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. കുടുംബ ബന്ധമുള്ളവർക്ക്, പാവങ്ങൾക്ക്, അനാഥകൾക്ക്, കുടുംബ ബന്ധമുള്ള അയൽവാസിക്കും കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിക്കും. എന്ന് പറഞ്ഞാൽ അയൽവാസിയാണോ, ഇഹ്സാൻ ചെയ്യണം. എന്താണ് ഇഹ്സാൻ? അതിൻ്റെ ആദ്യപടി, ഒരു കാരണവശാലും തൻ്റെ അയൽവാസിക്ക് ഒരു ഉപദ്രവം വരുത്താതിരിക്കുക. നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ അയൽവാസിക്ക് ഒരു ഉപദ്രവം വരുത്താതിരിക്കലാണ് ഇഹ്സാനിൻ്റെ ആദ്യപടി. അതിനുശേഷം പിന്നീട് അവരോട് ഏറ്റവും നന്നായി പെരുമാറലും, അവരുടെ അവസ്ഥകൾ അന്വേഷിക്കലും, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കലും, അങ്ങനെ നന്മയായിട്ടുള്ള ഏതൊന്നും അവരുമായി പങ്കുവെക്കുകയും ചെയ്യുക എന്നത് ഇഹ്സാനിൻ്റെ രണ്ടാമത്തെ ദറജയാണ്.